വിവാഹത്തിൻ്റെ വീഡിയോസ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവാഹ സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, ഈശ്വരന്മാർ ചേർത്ത് വെച്ചതാണ്, അതുകൊണ്ട് പിരിയാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. പക്ഷേ ഏത് തരം മാരേജ് ആണെങ്കിലും, സ്നേഹിച്ച ആണെങ്കിലും അല്ല വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണെങ്കിലും എന്തും ആയിക്കൊള്ളട്ടെ, ജീവിക്കേണ്ടത് ഒരാണും പെണ്ണുമാണ് അല്ലേ. അപ്പം പിന്നെ ഞാൻ ഈ ആണും പെണ്ണും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് അല്ലേ, ഒരു വിഭാഗത്തിലുള്ള ഒരു വിവാഹം കഴിക്കുന്നുണ്ട്, അതൊക്കെ വേറൊരു തരത്തിൽ അല്ലേ. നമ്മൾ വിവാഹത്തെക്കുറിച്ച് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നിച്ച് ജീവിക്കേണ്ടത് അവരാണ്, അവരുടെ മാനസികമായിട്ടുള്ള ഐക്യമാണ് പ്രധാനം. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പം പുരുഷന് നല്ല വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീക്ക് വിദ്യാഭ്യാസം ഇത്തിരി കുറവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. പക്ഷേ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൂടുതലും പുരുഷന് വിദ്യാഭ്യാസം ഒരുപാട് കുറവാണെങ്കിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നീട് ഉയർന്ന സാമ്പത്തികമുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് പകരം ഒന്നുകിൽ പയ്യന് അല്ലെങ്കിൽ പെണ്ണിന് ഉയർന്ന സാമ്പത്തികം കാണും, ഇതിലാർക്കെങ്കിലും ഒരാൾക്ക് എന്താണ് സാമ്പത്തികം കുറവായിരിക്കാം. മനസ്സിലായി? ഇതിൽ ഞാൻ ഒരു ഗുരു പറയുന്ന ഒരു വാക്യമുണ്ട്. അതായത് വിവാഹവും വാഗ്വാദവും ഒരേ ആളുകൾക്ക്, അതായത് സമമായി നിൽക്കുന്നവർ തമ്മിലേ ആകാവുള്ളൂ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഒരേ രീതിയിൽ, ഒരേ സാമ്പത്തിക നില അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ രീതി, എല്ലാ കാര്യത്തിലും ഒരേ തുല്യത ഉള്ളവർ തമ്മിലാണ് വിവാഹം. അതുപോലെ തന്നെ വാഗ്വാദവും അങ്ങനെ ആയിരിക്കണം. അതായത് സംസാരം അതുപോലുള്ള ആൾക്കാർ എന്തെങ്കിലും കാര്യത്തിൽ തർക്കങ്ങൾ ഏർപ്പെടുന്നവരും ഒരേ നിലയിലുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് കാര്യമാണ്. കാരണം ഒരേ രീതിയിലല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം എപ്പോഴും ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും പിന്നീട് പരസ്പരം വഴക്കുണ്ടാകാൻ ഒരുപാട് കാരണങ്ങളായി മാറും. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട്. പിന്നെ ഇത് തന്നെയാണ് പറഞ്ഞത്, തുല്യതയില്ലാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വരുമ്പോൾ സ്വന്തം വീട്ടിലെ രീതിയല്ല മറ്റൊരു വീട്ടിൽ വരുമ്പോൾ, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പൊരുത്തപ്പെടാൻ പറ്റാതെ വരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് പുറത്തുനിന്നൊരു സ്ത്രീ വരുന്നത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അതുവരെയും അവരായിരിക്കും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു ഭരണം നടത്തി പോകുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരും എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ വേണം. അവൾക്കൊപ്പം അല്ലെങ്കിൽ അവനൊപ്പം തുടർന്ന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. അച്ഛനാണ്, അമ്മയാണ്, ചേച്ചിയാണ്, ചേട്ടത്തി അങ്ങനെയൊന്നും വിചാരിക്കുക ചെയ്യില്ല. എല്ലാവരും അവരവരുടെ ജീവിതം മാത്രമാണ് മുന്നിൽ കാണുന്നത്. എല്ലാവരും കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തുന്നത്. അതുകൊണ്ട് അച്ഛനെ അമ്മയും അയ്യോ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് അച്ഛനെ അമ്മയും കൊണ്ട് ഇടുക, ഇങ്ങനൊന്നും ചിന്തിക്കില്ല. അവർക്ക് ഇപ്പോഴൊന്നും അല്ല നിങ്ങളുടെ ആവശ്യം. ഇപ്പോൾ അച്ഛനും അമ്മയുണ്ട്, അമ്മയ്ക്ക് അച്ഛനുണ്ട്, അവരുടെ കുടുംബജീവിതം അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മക്കളുടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ അവർക്കൊരാവശ്യം വന്നു, ഒരു വയ്യായ്ക വരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു, ഒരു സഹായം വേണം, അപ്പോൾ നിങ്ങൾ ആ സ്പോട്ടിലുണ്ടാവണം. അതാണ് മകനായാലും മകളായാലും ചെയ്യേണ്ടത്. അല്ലാതെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറഞ്ഞ് പുറകെ നടക്കുന്നവർ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പുറകെ നടക്കുന്നവർ നാളെ അവർക്കൊരു വയ്യായ്ക വന്നാൽ കാണത്തില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളവർ നിങ്ങളാദ്യം നിങ്ങളുടെ കുടുംബജീവിതം നോക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ ഭാര്യ അതിന് പറ്റിയൊരു സ്ത്രീ അല്ലെന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെയുള്ളതാണ് വേണ്ടാന്ന് വയ്ക്കുക. നമുക്കിപ്പോൾ ഒരാളെ വേണ്ടാന്ന് വയ്ക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്.
പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവരോരോരുത്തർ തീരുമാനിക്കുന്നത്. പിന്നീട് ഒരിക്കലൊരു വിവാഹം കഴിച്ചു, അത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മൂലം വേണ്ടാന്ന് വെക്കേണ്ടി വന്നു എന്ന് കരുതി രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നത് വലിയൊരു തെറ്റൊന്നുമല്ല, ഒരിക്കലും തെറ്റല്ല. ചിലർ മൂന്നാമത് വിവാഹം കഴിക്കണം, അതും തെറ്റാണ് ഞാനൊരിക്കലും പറയില്ല. കാരണം വെച്ചാൽ വിവാഹം അവരുടെ ആവശ്യമാണ്. കല്യാണം കഴിക്കുന്ന ആൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വീട്ടുകാർക്കുമാണ് പ്രശ്നം. ജീവിക്കണമെന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ തനിക്കൊരു കൂട്ട് വേണമെന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. ഒരു കൂട്ട് വേണ്ടെടുത്ത് വേണം. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തികളൊക്കെ തങ്ങളുടെ ഒരു പങ്കാളിയെ നഷ്ടപ്പെട്ട് നോക്കട്ടെ, അപ്പം മനസ്സിലാവും ഒരു കൂട്ടില്ലാത്തതിൻ്റെ വേദന എന്താണെന്ന്. കൂട്ടാവശ്യമാണ്. അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും എന്തോ വിചാരിക്കുന്ന കരുതി രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കണ്ട. പിന്നീട് നാളെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലും നമ്മുടെ നേരെ വരരുത്, രണ്ടാമതും കിട്ടിയിട്ട് എന്ത് പറയാൻ. അപ്പോൾ അതിന് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. വീട്ടുകാരെ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മളുടെ ജീവിതമാണ്. ഞങ്ങൾ വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ ആയിക്കോട്ടെ, നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ തുറന്നു പറയണം. ചിലപ്പോൾ അയാളുടെയും രണ്ടാമതൊരു വിവാഹമായിരിക്കാം, ചിലപ്പോൾ ആദ്യത്തേതായിരിക്കാം. അത് ആദ്യത്തേതാണെങ്കിൽ നല്ല വിശദമായി സംസാരിക്കണം. രണ്ടാമത്തേതാണെങ്കിൽ കാര്യം ഈ പെണ്ണ് കാണൽ വിവാഹത്തിനുമുള്ള സംസാരം എന്ന് പറയുമ്പോൾ അതൊരു പൈങ്കിളി സ്നേഹം പോലെ ആവരുത്. കാരണം നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതമാണ്. ഇനി ഒരു അബദ്ധം പറ്റി രണ്ടാമതൊരു അബദ്ധം പറ്റാൻ നമ്മൾ ശ്രമിക്കരുത്. വിവാഹത്തിന് മുമ്പ് അല്ലെങ്കിൽ പ്രേമിക്കാൻ നടക്കുന്ന സമയത്ത് പല പല കാര്യങ്ങളും പറയും. അതൊന്നും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആകണമെന്ന് വിചാരിച്ചത് നീ മണ്ടിയാണ് എന്ന് ചിന്തിക്കുന്ന പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഞാൻ മിഥുനത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, മിഥുന സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ, അവിടെ നായകൻ ആണ് നായികയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്ത് അവരുടെ മനസ്സിലൊരു കൊട്ടാരം പണിത് അതിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കും. ഈ നായിക പാവം അവരത് വിശ്വസിച്ചു, അതാണ് അവർക്ക് വന്ന തെറ്റ്. മറ്റേ നായികയെ നായകൻ വിശ്വസിപ്പിച്ചു. അവിടെ ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാർ? നായകൻ പറഞ്ഞത് വിശ്വസിച്ചു എന്നുള്ളതല്ലേ. അപ്പം പറയാനുള്ള ഒരു മനസ്സ് നായകൻ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നായിക അത് വിശ്വസിച്ചു. അവിടെയാണ് ആ പ്രശ്നം ജീവിതത്തിലേക്ക് കടന്നപ്പോൾ പ്രശ്നമുണ്ടായത്. ഇതുപോലെ ഒന്നും ആവശ്യമില്ലാത്ത മോഹന വാഗ്ദാനങ്ങളൊന്നും ആർക്കും നൽകരുത്. ഇപ്പം എന്നെ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുക. പിന്നീട് എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ വീട്ടിൽ ഇത്ര ആളുകളുണ്ട്, അവരുടെയൊക്കെ ഏകദേശം സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാറി താമസിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാര്യം പറയാം. അങ്ങനെ മാറി താമസിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അതെങ്ങനെ തരണം ചെയ്യണം? നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ? നമുക്ക് നാളെ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ വരും. അപ്പം നമുക്ക് രണ്ടുപേർ കൂടെ അത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുമോ? ഇതൊക്കെ വ്യക്തമായിട്ട് സംസാരിക്കണം, വ്യക്തമായിട്ട്. പിന്നെ നിങ്ങൾക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടിയാണോ വിവാഹത്തിന് സമ്മതിക്കുന്നത്? അഥവാ വേറെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അല്ല മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ തുറന്ന് ചോദിക്കണം. അവിടെ ആരും പേടിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ, നിങ്ങൾക്കൊരു ദോഷവും ഇല്ലാത്ത രീതിയിൽ ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ മാറി തന്നേക്കാം. ചിലപ്പം വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ച് ചില പെൺകുട്ടികൾ പറയാതൊക്കെ വയ്ക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതും വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം എല്ലാം സമ്മതമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം കഴിക്കാം. കാരണം വിവാഹത്തിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും മനസ്സ് തമ്മിൽ ചേർന്ന് ജീവിതം മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം, പറയേണ്ട സമയത്ത് പറയണം. അല്ലാതെ പിന്നീടത്തേക്ക് മാറ്റി വെച്ചാൽ എല്ലാം കൂടെ നോക്കും. അതുകൊണ്ട് അത് വിവാഹം എപ്പോഴായാലും ഏത് പ്രായത്തിൽ, ഇപ്പം കണ്ടില്ലേ ഓരോരുത്തരുടെ ഏത് പ്രായത്തിലാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് അവർ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു? എങ്കിൽ നല്ല
നല്ല സാമ്പത്തിക സ്ഥിതിയും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവരാണ്.